പ്രിയമുള്ളവരെ, ഹിന്ദി ഭാഷയോടും സാഹിത്യത്തോടൊക്കെ താല്പര്യം തോന്നി തുടങ്ങിയ അന്നു മുതൽ എൻ്റെ മനസ്സിലേക്ക് ഓടിക്കയറിയിട്ടുള്ള ഒരു സിനിമാ ഗാനത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നി. അതിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്കറിയാം, 1972 പുറത്തിറങ്ങിയിട്ടുള്ള അമർ പ്രേം എന്ന ഫിലിം, ഹിന്ദിയിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഫിലിം അക്കാലത്തെ ഏറ്റവും സൂപ്പർ ഡൂപ്പർ സിനിമകളിലൊന്നായിരുന്നു. അക്കാലത്ത് 3 കോടി കളക്ഷൻ നേടിയിട്ടുള്ള വലിയൊരു സിനിമയായിരുന്നു. എന്തായാലും ആ സിനിമയിലെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഗാനത്തിൻ്റെ 2 വരി ഞാൻ പാടിയിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും കൂടിയുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ചിങ്കാരി കോയി ഭടകേ चिंगारी कोई भड़के तो सावन उसे बुझाए, सावन जो अगन लगाए उसे कौन बुझाए, उसे कौन बुझाए. തീക്കനൽ വലിയ തീയായി ആളിപ്പടരാൻ തുടങ്ങിയാൽ ഒരു മഴ പെയ്ത് ആ മഴയിൽ തീർച്ചയായിട്ടും ആ തീയെല്ലാം അണയും. എന്നാൽ മഴ തന്നെ വലിയ തീക്കുണ്ടമായി പെയ്യാൻ തുടങ്ങിയാൽ ആരാണ് അതിനെ അണയ്ക്കുക? വല്ലാത്ത വരികളല്ലേ. ഇതോടൊപ്പം ചേർത്ത് ഈ പാട്ടിൻ്റെ ചില സവിശേഷതകൾ അത് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സത്യത്തിൽ അമർ പ്രേം എന്ന ഫിലിമിൽ ഇങ്ങനെയൊരു ഗാനം ആദ്യം ഉണ്ടായിരുന്നില്ല. ഫിലിമിൻ്റെ മൊത്തം ഷൂട്ടിങ്ങും കഴിഞ്ഞു അത് എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പിന്നണി പ്രവർത്തകരായിട്ടുള്ള, അതായത് സംവിധായകൻ ശക്തി സാമന്ത, അതുപോലെ മ്യൂസിക് ഡയറക്ടർ പഞ്ചംദ മീൻസ് ആർ ഡി ബർമൻ, അതുപോലെ തന്നെ നമ്മുടെ ആനന്ദ് ബക്ഷി സാഹിബ്, ഇവർ ജുഹു ബീച്ചിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെറുതെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആനന്ദ് ബക്ഷി സാഹിബ് എപ്പോഴും സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ചെറിയ മഴ പെയ്തിട്ട് തൻ്റെ ചുണ്ടത്ത് കത്തിക്കൊണ്ടിരുന്ന സിഗരറ്റ് അണഞ്ഞു പോകുന്നു. ആ നിന്ന നിപ്പിൽ അദ്ദേഹം പാടിയ വരികളാണ് ചിങ്കാരി കോയി ബടുക്കി തോ സാവൻ ഉസേ ബുജായെ തുടങ്ങിയിട്ടുള്ള ആ വരി. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ സംവിധായകനായിട്ടുള്ള ശക്തി സാമന്തിക്ക് തോന്നി, അപാരമായ വരികൾ തന്നെ. ഈ ഒരു സാധനം നമ്മുടെ ഫിലിമിലേക്ക് ആവശ്യമുണ്ട്. അങ്ങനെ അതിനോട് അനുബന്ധമായിട്ട് മറ്റു വരികളും ഇതിൻ്റെ കൂടെ ഇങ്ങനെ പെറുക്കുകയാണ്. അടുത്ത पतझड़ जो बाग उजाड़े, वो बाग बहार खिलाए, जो बाग बहार में उजड़े उसे कौन खिलाए, उसे कौन खिलाए. ഈ ശരത്കാലത്തെയാണ്, ഇലപൊഴിയുന്ന ശരത്കാലത്തെയാണ് പച്ചട് എന്ന് പറയുന്നത്. നമുക്കറിയാം, ആ സമയത്ത് എല്ലാ പൂന്തോപ്പിലെയും പൂക്കളും ഇലകളും തളിരുകളൊക്കെ തന്നെ കൊഴിഞ്ഞില്ലാതെയായി പോകും. പക്ഷെ ഒരു പ്രതീക്ഷയുണ്ട്, അടുത്ത് തന്നെ വസന്തം വരാനിരിക്കുന്നു. ഈ വസന്തം ആ പൂന്തോപ്പിലേക്ക് നിറങ്ങളെയും അതുപോലെ തന്നെ വർണ്ണങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരും. പക്ഷേ ആനന്ദ് ബക്ഷി സാഹിബ് ചോദിക്കുകയാണ്, ഈ വസന്തം തന്നെ ഒരു പൂന്തോപ്പിലെ ഇലകളെയും പൂക്കളെയും ഒക്കെ ഇല്ലാതെയാക്കുമ്പോൾ അതിന് പിന്നെ ആരാണ് അതിന് ജീവൻ തിരിച്ചു നൽകുന്നത് എന്ന്. ഓഹ്.